നമസ്കാരം. പ്രാദേശിക വാർത്തകളുമായി VBC ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. രാജാക്കാടിന് സമീപം ടൂറിസ്റ്റ് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ നിരവധി വിദ്യാർത്ഥികൾ മരണമടഞ്ഞു. തിരുവനന്തപുരം സാരാഭായ് കോളേജിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടുക്കി ജില്ലാ റൈഫിൾ അസോസിയേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ VC ജെയിംസ് നേതൃത്വം നൽകിയ പാനൽ എല്ലാ സീറ്റുകളിലും വിജയിച്ചു. സന്തോഷ് അറക്കൽ രചിച്ച ചിതറിയ ചിന്തകൾ പുസ്തകത്തിന്റെ പ്രകാശനം BJP ദേശീയ സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള നിർവഹിച്ചു. പാറപ്പുഴ പാടശേഖരത്തിൽ നടന്ന ഡേർട്ട് ചാലഞ്ച് മഡ് മോട്ടോർ റേസ് കാണികൾക്ക് കൗതുകമായി. കല്ലൂർക്കാട് റബ്ബർ ഉൽപാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന ജോയിന്റ് RTO VMJ പറഞ്ഞ പൗരാവലിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ യാത്രയയപ്പ് നൽകി. സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. KP ചാക്കോ ആണിസണസിന്റെ പുതിയ ജുവലറി ഷോറൂം തൊടുപുഴയിൽ പുതിയ ബിൽഡിംഗിൽ പ്രവർത്തനം തുടങ്ങി. സിനിമാ താരം കുഞ്ചാക്കോ ബോബൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലാ റൈഫിൾ അസോസിയേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ VC ജെയിംസ് നേതൃത്വം നൽകിയ പാനൽ എല്ലാ സീറ്റുകളിലും വിജയിച്ചു. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. ഇടുക്കി ജില്ലാ റൈഫിൾ അസോസിയേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ VC ജെയിംസിന്റെ നേതൃത്വത്തിലുള്ള പാനലിന് വിജയം. സെക്രട്ടറിയായി ഡോക്ടർ VC ജെയിംസ് വാളിയകുന്നൽ, ട്രഷററായി ജോസഫ് അഗസ്റ്റിൻ തെങ്ങുംപള്ളിൽ എന്നിവർക്കൊപ്പം 14 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ഇതേ പാനലിൽ അംഗമായ KK തോമസ് വൈസ് പ്രസിഡന്റായും ജോയി കല്ലിടുക്കൽ ജോയിന്റ് സെക്രട്ടറിയായും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ജില്ലാ കളക്ടറാണ് അസോസിയേഷൻ പ്രസിഡന്റ്. മുട്ടം റൈഫിൾ ക്ലബ്ബിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സബ് കളക്ടർ കൊച്ചുറാണി സേവ്യർ വരണാധികാരിയായിരുന്നു. ജില്ലാ കളക്ടർ T ഭാസ്കരൻ, ADM സന്തോഷ്, തഹസീൽദാർ ജോയി കുര്യാക്കോസ്, ഡെപ്യൂട്ടി തഹസീൽദാർ V അബ്ബാസ് തുടങ്ങിയവരും എത്തിയിരുന്നു. കോൺഗ്രസ് കരിമണ്ണൂർ ബ്ലോക്ക് സമ്മേളനം തൊടുപുഴയിൽ നടന്നു. PT തോമസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തകന്മാരെ അടക്കം അത് വളരെ സജീവമായി പങ്കാളികളാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമങ്ങൾ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകണം. ഇതുവരെയുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ അതിനെ ഒന്ന് വിലയിരുത്താനും ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ, സംഘടനാപരമായി വിശദീകരിക്കേണ്ട കാര്യങ്ങൾ, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് പദ്ധതികൾ, പരിപാടികൾ, ഇതൊക്കെ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാധ്യമം എന്ന നിലയിൽ ആ കാര്യങ്ങളൊക്കെ നല്ല നിലയിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ. ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റായി ജോൺ നെടിയപാലയെ തെരഞ്ഞെടുത്തു. അഡ്വക്കേറ്റ് EM അഗസ്തിയാണ് പ്രസിഡന്റ്. KPCC മുഖപത്രമായ വീക്ഷണത്തിന്റെ ഇടുക്കി ബ്യൂറോ പ്രവർത്തിക്കുന്ന തൊടുപുഴയിലെ ഓഫീസിനോടും VBC ന്യൂസ് ചാനലിന്റെ ഓഫീസിനോടുമുള്ള വൈദ്യുതി ബോർഡ് ജീവനക്കാരുടെ പ്രതികാര നടപടികൾ തുടരുന്നു. കണക്ടർ ലോഡിൽ വ്യത്യാസമുണ്ടെന്ന് കാണിച്ച് 2 മാസം മുമ്പ് 37,000 രൂപ പിഴ ചുമത്തിയിരുന്നു. വീക്ഷണം ഓഫീസ് പ്രവർത്തിക്കുന്ന ഉൾപ്പെടെയുള്ള ഓഫീസിൽ മിന്നൽ പരിശോധന നടത്തിയത് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. വിവിധ സംഘടനകൾ പ്രശ്നത്തിൽ ഇടപെട്ടെങ്കിലും 5,000 രൂപയോടെ കൂടുതൽ രേഖപ്പെടുത്തി 42,000 രൂപ KSEB വാങ്ങുകയായിരുന്നു. 2009 ഒക്ടോബർ മാസം കണക്ടർ ലോഡിന്റെ അപേക്ഷ നൽകുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. സന്തോഷ് അറക്കൽ രചിച്ച ചിതറിയ ചിന്തകൾ പുസ്തകത്തിന്റെ പ്രകാശനം തൊടുപുഴയിൽ നടന്നു. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയാണ് പ്രകാശനം നിർവഹിച്ചത്. സന്തോഷ് അറക്കലിന്റെ ചിതറിയ ചിന്തകൾ പുസ്തകത്തിന്റെ പ്രകാശനം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ BJP ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പുസ്തക പ്രകാശനം നിർവഹിച്ചു. അതാത് കാലഘട്ടങ്ങളിൽ തോന്നിയ അഭിപ്രായങ്ങൾ അത് അദ്ദേഹം എഴുതി തയ്യാറാക്കി അവ ലേഖന രൂപത്തിൽ സമൂഹത്തിന് വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ചിതറിയ ചിന്തകൾ
അതിന് ഉചിതമായ നാമധേയമായി എനിക്ക് തോന്നുന്നു. കാരണം അടിസ്ഥാന തത്വ ചിന്തകളൊക്കെ തന്നെ സ്ഥായിയായിട്ടുള്ളത്. ആ സ്ഥായിയായ താത്വികമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാഠിന്യമുണ്ട്, കല്ല് പോലെ ഉറച്ചതാണ്. തൊടുപുഴയ്ക്ക് സമീപം പാറപ്പുഴ പാടശേഖരത്തിൽ ചെളിയിൽ കൂടിയുള്ള ഇരുചക്ര വാഹനങ്ങളുടെ മത്സരയോട്ടം നടന്നു. പെരുമ്പള്ളിച്ചിറ സെന്റ് ശിവാനി മോട്ടോർ ക്ലബ്ബാണ് ഡേർട്ട് ചാലഞ്ച് മഡ് മോട്ടോർ റേസ് സംഘടിപ്പിച്ചത്. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PB അരുഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കാളിയാർ SI പ്രിൻസ് ജോസഫ് സമ്മാനദാനം നിർവഹിച്ചു. 80-ലധികം മോട്ടോർ സൈക്കിൾ റൈഡർമാർ മത്സരത്തിൽ പങ്കെടുത്തു. ഇടുക്കി ജില്ലാ വാണിജ്യ വ്യവസായ മസ്ദൂർ സംഘം വാർഷിക സമ്മേളനം നടത്തി. D. വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. CB വർഗീസ്, ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മളെല്ലാവരും സാധാരണയായിട്ട് യൂണിയന്റെ പേര് പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന യൂണിയനെ തിരിച്ചറിഞ്ഞുകൊണ്ടല്ല നമ്മൾ യൂണിയൻ മെമ്പർഷിപ്പെടുക്കുന്നത്. ആണോ? നമ്മളെങ്ങനെയാണ് യൂണിയൻ ചേരുന്നത്? BMS ചേരുകയാണെന്ന് നമ്മൾ യൂണിയൻ ചേരുന്നത് അല്ലേ? സാധാരണ ഏത് സ്ഥാപനത്തിലെ തൊഴിലാളികൾ യൂണിയൻ ചേർന്നാലും ഞങ്ങൾ BMS ചേരുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഭാരതീയ മസ്ദൂർ സംഘത്തിൽ ചേരുക എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇടുക്കി ജില്ലാ വാണിജ്യ വ്യവസായ മസ്ദൂർ സംഘത്തിലേക്കാണ് ഞാൻ മെമ്പർഷിപ്പ് എടുക്കാൻ പോകുന്നത് എന്നൊരു തൊഴിലാളി ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ ബസ് ഓടിക്കുന്ന അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന, ലൈറ്റ് വെഹിക്കിൾ ഓടിക്കുന്ന, അല്ലെങ്കിൽ വലിയ ഹെവി വെഹിക്കിൾ ഓടിക്കുന്ന ഡ്രൈവർമാരെ, കണ്ടക്ടർമാരെ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് പോർട്ടർമാരായിട്ടുള്ള ആളുകൾ ഇവരൊക്കെ യൂണിയൻ ചെയ്യുന്ന സമയത്ത് അവര് BMS ചേരുന്നതെന്ന് മാത്രമേ പറയുള്ളൂ. ഞങ്ങള് മോട്ടോർ മസ്ദൂർ സംഘത്തിൽ ഞങ്ങളായി പോകുന്നതെന്ന് ആരും പറയാറില്ല. അതുപോലെ തോട്ടത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ച്, തോട്ടം തൊഴിലാളികളെ സംബന്ധിച്ച് അവര് ക്രൈസ്തവർ വലിയ ആഴ്ചയിലേക്ക് കടന്നു. ഞായറാഴ്ച പള്ളികളിൽ ഓശാന തിരുനാൾ ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് കുരുത്തോല പ്രദക്ഷിണവും നടന്നു. തൊടുപുഴ ടൗൺ പള്ളി നടന്ന ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജോസ് മോനിപ്പിള്ളി നേതൃത്വം നൽകി. രണ്ട് അന്ധന്മാരെ വിളിച്ചു പറഞ്ഞു, നസ്രായനായ യേശുവേ ഞങ്ങളിൽ കനിയണമേ എന്ന്. യേശുനാഥൻ ആ അന്ധന്മാർക്ക് കാഴ്ച കൊടുത്തു. അത് പ്രതീകാത്മകമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അന്നത്തെ കാലത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയ്ക്ക് പ്രകാശപ്പെടുത്ത ഒരു സംഭവം, ഇരുട്ടിൽ തപ്പിത്തറിയുന്ന ആളുകൾക്ക് പ്രകാശപ്പെടുത്തുന്നവന്റെ കടന്നുവരവായിരുന്നു അത്. ഈ ലോകത്തിലെ തന്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച ഭരതർ മഹാജനസഭ കീരിക്കോട് കാഞ്ഞിരമറ്റം ശാഖ വാർഷിക സമ്മേളനം നടന്നു. യൂണിയൻ പ്രസിഡന്റ് P. രാമചന്ദ്രമണി ഉദ്ഘാടനം നിർവഹിച്ചു. പല മേഖലകളിൽ നിന്നും രാഷ്ട്രീയമായിട്ടാണെങ്കിലും മറ്റ് ഇതര മേഖലകളിലാണെങ്കിലും പൊതുവായിട്ടുള്ള ഇടങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പൊതുവായിട്ടുള്ള ഇടങ്ങൾ നഷ്ടപ്പെടുമ്പോൾ പൊതുവായിട്ടുള്ള കൂട്ടായ്മയുടെ ഭാഗമായിരുന്ന, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് അതിനകത്ത് സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വിഭാഗത്തെ പ്രദാനം ചെയ്യുന്ന ആൾക്കാരെന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതു ഇടങ്ങൾ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സാംസ്കാരികപരമായിട്ടുള്ള വളർച്ചയ്ക്കും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നോട്ടുള്ള പോക്കിനും ഒക്കെ തന്നെ അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. KK ശശി, KN സുരേന്ദ്രബാബു, PD സുരേഷ്,
ശോഭന സോമൻ, മോഹനൻ, വി.എൻ. ശശികുമാർ, ഇ.കെ. അരുൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. കള്ളൂർക്കാട് റബ്ബർ ഉൽപാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കല്ലൂർക്കാട് റബ്ബർ ഉൽപാദക സംഘത്തിന്റെയും കൊച്ചി മെഡിക്കൽ കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കല്ലൂർക്കാട് വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. വലിയ സേവനത്തിന്റെ ഭാഗത്തിലാണ്. കാരണം നമ്മളിവിടെ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുമ്പോൾ കൊച്ചിയിൽ നിന്ന് ഒരു മെഡിക്കൽ സംഘം എത്തി ഇവിടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി പോകുമ്പോൾ അവർക്ക് ഒരു ആത്മസംതൃപ്തി മാത്രമേ ഉള്ളൂ. നമ്മൾ സാമ്പത്തികമായ സഹായങ്ങളോ മറ്റു സഹായങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവർ തരുന്ന വലിയ സേവനത്തിൽ നമുക്ക് നന്ദി പ്രകാശിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ റബ്ബർ ഉൽപാദക സംഘം കല്ലൂർക്കാട് ചെയ്യുന്ന ഈ നല്ല പ്രവർത്തനത്തിന് അവരെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. റബ്ബർ ബോർഡിൻ്റെ ഒക്കെ ആഭിമുഖ്യത്തിൽ ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ചത്ത ഏമുപക്ഷികളെ തോട്ടിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി. മ്രാല 3 മൈലിന് സമീപം തോട്ടിലാണ് ചത്ത 2 ഏമുപക്ഷികളെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. മലങ്കര ജലാശയത്തിൻ്റെ വളരെ അടുത്തൊരു ഭാഗത്ത് ഒരു കൈത്തോട്, ഈ പുഴയിലേക്ക് വന്നു ചേരുന്ന ഒരു കൈത്തോടിൽ 2 യമൂനെ, അതായത് ഏതാണ്ടൊരു 50 കിലോ അടുത്ത് തൂക്കം വരുന്ന 2 യമൂനെ ഈ തോട്ടിൽ കൊണ്ടുപോയി ഇട്ടേക്കാണ്. ഈ തോട്ടിൻ്റെ ഈ വെള്ളം ഒഴുകിച്ചേരുന്നതിന് തൊട്ട് താഴെ നിന്നാണ് ഈ കരികുന്നം പഞ്ചായത്തിലെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയായ പമ്പ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഈ പമ്പ് ഹൗസിൽ നിന്നുള്ള വെള്ളമാണ് ഈ കരികുന്നം പഞ്ചായത്തിലെ ജനങ്ങൾ മുഴുവൻ കുടിക്കുന്നത്. ഈ രീതിയിൽ ഇവിടെ നിരന്തരമായിട്ട് മാലിന്യങ്ങൾ കൊണ്ട് തള്ളുക എന്നുള്ള ഒരു പതിവായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ തൊടുപുഴ ടൗണിലേക്ക് ഒഴുകിച്ചെല്ലുന്ന ഈ ജലമാണ് തൊടുപുഴ ടൗണിലേക്ക് ഒഴുകിച്ചെല്ലുന്നത്. തൊടുപുഴ താലൂക്കിലുള്ള മുഴുവൻ ആളുകളും മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ആളുകളും ഉപയോഗിക്കുന്ന ജലമാണിത്. ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ കൊണ്ട് ഈ നിക്ഷേപിക്കുന്നവർക്കെതിരെ ശക്തമായ സർവീസിൽ നിന്നും വിരമിക്കുന്ന ജോയിന്റ് ആർടിഒ വി.എം. ജബ്ബാറിന് തൊടുപുഴ പൗരവലി യാത്രയയപ്പ് നൽകി. സമ്മേളനം മന്ത്രി പി. ജെ. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന ജോയിന്റ് ആർടിഒ വി.എം. ജബ്ബാറിന് പൗരാവലിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം മന്ത്രി പി. ജെ. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഏൽപ്പിച്ച ദൗത്യം നന്നായി പൂർത്തിയാക്കി സർവീസിൽ നിന്നും പിരിയുന്ന ജബ്ബാറിനെ അനുമോദിക്കാനാണ് നാം എല്ലാവരും കൂടിയിരിക്കുന്നത്. സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ളവർ ഇതിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ അവരോടൊപ്പം ജബ്ബാറിനെ അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു അദ്ദേഹം. വലിയ ബോധവൽക്കരണം ഈ രംഗത്ത് നടത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുള്ള ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം നേതൃത്വം നൽകിയ ജബ്ബാറിനെ ഞാൻ അഭിനന്ദിക്കുന്നു. 30 വർഷം സർവീസ് പൂർത്തിയാക്കി സർവീസിൽ നിന്നും നല്ല പേരും പെരുമയോടെ വിരമിക്കുന്ന ജബ്ബാറിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനം തൊടുപുഴ ടൗണിൽ ഓടയിൽ നിന്നും മലിനജലം റോഡിലേക്ക് ഒഴുകുന്നതായി പരാതി. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. തൊടുപുഴ കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ ഓടയിൽ നിന്നും മലിനജലം റോഡിലേക്ക് ഒഴുകുന്നതായി പരാതി. സ്വകാര്യ വ്യക്തിയുടെ ആഹാര നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നും മലിനജലം ഓടയിലേക്ക് ഒഴുകുന്നത് മൂലമാണ് ഓട നിറഞ്ഞൊഴുകുവാൻ കാരണമെന്ന് സമീപത്തെ വ്യാപാരികൾ പറയുന്നു. വേറോസ് റോഡ് പോകുന്ന ഭാഗത്ത് ഓട നിറഞ്ഞ് ഒഴുകുകയും ദുർഗന്ധം വമിക്കുകയും ഇവിടെ ഉള്ള കുട്ടികളും ഡീപ്പോൾ സ്കൂളിലെ കുരുന്നു മക്കൾ പോലും ഈ റോഡിലൂടെ നടക്കുമ്പോൾ മാരകമായ രോഗങ്ങൾ പിടിപെടാൻ കാരണമാവും. കാരണം ഇത് അമേരിക്കൻ മാവ്, പൊറോട്ട അടിക്കുന്ന മാവിൻ്റെ വേസ്റ്റിൻ്റെ ദുർഗന്ധമാണ് ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മൂക്കുപൊത്തിയാണ് യാത്രക്കാർ ഈ വഴിയിലൂടെ പോകുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യം പലതവണ ബോധിപ്പിച്ചിട്ടുള്ളതാണെങ്കിലും തൊടുപുഴ നഗരസഭയുടെ ഭാഗത്തുനിന്ന് യാതൊരു തീരുമാനവും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു പുതിയ പ്രസ്ഥാനം വന്നിട്ടുണ്ട്. പൊറോട്ട മാവ് എല്ലാം അടിച്ച് ആ സാധനം, വേസ്റ്റ് സാധനങ്ങൾ ഓടയിൽ കൂടെ വന്ന് എൻ്റെ കടയുടെ ഭാഗത്ത് വന്ന് കെട്ടിക്കിടക്കുകയാണ്. കെട്ടിക്കിടന്ന് അവിടെ പുഴു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. രാജാക്കാടിന് സമീപം ടൂറിസ്റ്റ് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ നിരവധി വിദ്യാർത്ഥികൾ മരണമടഞ്ഞു. തിരുവനന്തപുരം സാരാഭായ് കോളേജിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്.
ഇടുക്കി ജില്ലാ റൈഫിൾ അസോസിയേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ VC ജെയിംസ് നേതൃത്വം നൽകിയ പാനൽ എല്ലാ സീറ്റുകളിലും വിജയിച്ചു. സന്തോഷ് അടക്കം രചിച്ച ചിതറിയ ചിന്തകൾ പുസ്തകത്തിന്റെ പ്രകാശനം BJP ദേശീയ സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള നിർവഹിച്ചു. പാറപ്പുഴ പാടശേഖരത്തിൽ നടന്ന ഡേർട്ട് ചാലഞ്ച് മഡ് മോട്ടോർ റേസ് കാണികൾക്ക് കൗതുകമായി. കല്ലൂർക്കാട് റബ്ബർ ഉൽപാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന ജോയിന്റ് RTO VMJ പറഞ്ഞ പൗരാവലിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ യാത്രയയപ്പ് നൽകി. സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. KP ചാക്കോ ആണിസണസിന്റെ പുതിയ ജുവലറി ഷോറൂം തൊടുപുഴയിൽ പുതിയ ബിൽഡിംഗിൽ പ്രവർത്തനം തുടങ്ങി. സിനിമാ താരം കുഞ്ചാക്കോ ബോബൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.